ഒരു ക്രിസ്മസ് വില്ലേജ് വീട്ടിൽ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു തുടങ്ങിയത് കുഞ്ചാക്കോ ബോബൻ്റെയും അച്ചൂമ്മൻ്റെയൊക്കെ വീട്ടിലെ വില്ലേജ് കണ്ടിട്ടാണ്. അങ്ങനെ 4-5 വർഷം മുമ്പ് ഞങ്ങൾ ചെറുതായിട്ട് വീടുകളും കടകളും മരങ്ങളും ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഇത് കണ്ടു, ഞങ്ങളുടെ വില്ലേജിലൊരു ബേക്കറിയാണ്. ആ ബേക്കറിയുടെ മുമ്പിൽ സാധനങ്ങൾ വിൽക്കുന്ന ആളുകളും ഒക്കെയുണ്ട്. അവിടെ കണ്ടു ക്രിസ്മസ് ട്രീ ആയിട്ട് പോകുന്ന ഒരു കാറുണ്ട്, പിന്നെ നല്ല ഭംഗിയുള്ള ചില വീടുകളുണ്ട്. ഇതുണ്ടല്ലോ, ആ ഗ്രാമത്തിൻ്റെ നടുവിലൂടെ പോകുന്ന റെയിൽവേ ട്രാക്കാണ്. അതിലൂടെ ഇങ്ങനെ ഓടുന്ന ഒരു വണ്ടിയുണ്ട്. അതിനടുത്ത് തന്നെ ഒരു വില്ലേജ് സ്റ്റേഷനുണ്ട്, നല്ലൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ നിന്നുള്ള പാട്ടാണ് നമ്മൾ കേൾക്കുന്നത്. അതേപോലെ തന്നെ അവിടെയും വേറെ ചില വീടുകളും ഇതെല്ലാം ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ടും കുറേ വീടുകളും കടകളും ആളുകളും മരങ്ങളും എല്ലാം ഉണ്ട്. കണ്ടു, അവിടെ റോഡിലൂടെ പോകുന്ന വണ്ടികൾ എല്ലായിടത്തും ക്രിസ്മസ് ട്രീ ക്യാരി ചെയ്യുന്ന കാറുകളൊക്കെ കൂടുതലും. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം കാണാം. പിന്നെ അവിടെ ഒരു ഫ്ലവർ ഷോപ്പുണ്ട്, ഇവിടെയും ഒരു ബേക്കറി ഉണ്ട്, ഒരു വില്ലേജ് സ്കൂളും കുട്ടികളും ഒക്കെ ഉണ്ട്. അതിപ്പം കാണുന്ന വില്ലേജ് സ്കൂളാണ്. ഇവിടെ ഒരു അപ്പച്ചനും അമ്മച്ചിയും കൂടെ ഒരു സ്കൂട്ടറിൽ പോകുന്നുണ്ട്. അതിൻ്റെ പുറകിലായിട്ട് നല്ല ഭംഗിയുള്ളൊരു വീടുണ്ട്. അങ്ങ് കാണുന്നത് ഒരു ഫ്ലവർ ഷോപ്പാണെന്ന് തോന്നുന്നു. ഇത് പിന്നെ ഒരു ഫെയറി ഇന്നാണ്. അതേപോലെ ഈ കാറിൻ്റെ അടുത്ത് തന്നെ ഒരു സ്കേറ്റിംഗ് റിങ്ക് ഉണ്ട്. അവിടെ സ്കേറ്റിങ്ങിന് വന്നേക്കുന്ന ആളുകളെയൊക്കെ കാണാനായിട്ട് പറ്റും. അതിനടുത്താണ് ഇതാണ് ഫെയറി ഇൻ. അതിൻ്റെ പുറകെ കാണുന്നത് ഒരു ലോണ്ട്രിയാണ്. ആ ലോണ്ട്രിയുടെ അടുത്ത് ട്രഡീഷണൽ രീതിയിലുള്ള ഒരു കിണറും കാണാമേ. ഇതാണ് ഞങ്ങളുടെ വില്ലേജിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട്. ഇത് വില്ലേജിൻ്റെ ഒരു കോർണറിലായിട്ട് പല തട്ടുകളായിട്ട് തിരിച്ചിട്ട് അവിടെ ഒരു കാർണിവൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ കാർണിവലാണ് ഇപ്പോൾ ഈ കാണുന്നത്. കാർണിവലിൻ്റെ ഭാഗമായിട്ട് കുറേ കാഴ്ചകൾ അവിടെ ഉണ്ട്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് ഈ കാർണിവലാണ്. ഈ വില്ലേജിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറേ പേരുണ്ട്. സ്റ്റേറ്റ്സിലുള്ള എൻ്റെ സ്റ്റുഡൻറ്റ് നിതിനുണ്ട്, ദുബായിലുള്ള ബിനോയുണ്ട്, ബോംബെയിലുള്ള സാന്ദ്രയുണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. ഇതെല്ലാം ആ കാർണിവലിൻ്റെ ഭാഗമായിട്ട് കാണുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ അടുത്തായിട്ട് കാണുന്ന ജൈൻ വീൽ ഉണ്ടല്ലോ, ആ ജൈൻ വീൽ ഒരു മലയുടെ മുകളിലാണ്. ആ ജൈൻ വീൽ കൊണ്ടുവരുന്നതിൽ ഞങ്ങൾ ഏറ്റവും സപ്പോർട്ട് ചെയ്ത് രാജു ചായൻ വഴി അമലും മഞ്ജുവുമാണ്. ഇതാണ് അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ ജൈൻ വീലാണെന്ന് തോന്നുന്നു. ഇനി ഞങ്ങളുടെ ഈ വില്ലേജിൻ്റെ ഒരു ഓവറോൾ വ്യൂ കാണിക്കാമേ. ഞങ്ങളുടെ ഡ്രോയിങ് റൂമിൽ ഒരു അറ്റത്തായിട്ട് കുറേ ഏരിയ എടുത്തിട്ടുണ്ട്. അത് ഡ്രോയിങ് റൂമിൽ വലിയൊരു ഭാഗം എടുത്ത് ടേബിൾസ് സെറ്റ് ചെയ്ത് അതിലാണ് ഈ വില്ലേജ്